ഇന്ന് കശ്മീരി പണ്ഡിറ്റ് ബലിദാന ദിവസം. 1989 ശ്രീനഗറിൽ ഇസ്ലാമിക ഭീകരരാൽ കൊല്ലപ്പെട്ട പണ്ഡിറ്റ് ടിക്കലാൽ തപ്ലുവിനെ അനുസ്മരിക്കുന്നു. കശ്മീരിൽ കൊല്ലപ്പെട്ട പണ്ഡിറ്റുകളെയും അവരുടെ ത്യാഗത്തെയും അനുസ്മരിക്കുന്നു. ടിക്കലാൽ തപ്ലുവിന്റെ കൊലപാതകത്തോടെയാണ് പണ്ഡിറ്റുകളുടെ കൂട്ടക്കൊല ആരംഭിക്കുന്നത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, ഇന്ന് കശ്മീരി പണ്ഡിറ്റ് ബലിദാൻ ദിവസമാണ്. എങ്ങനെയാണ് ഇന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനുസ്മരണങ്ങൾ എന്തായാലും കാണും? അവിടെ നിന്നുള്ള ഡൽഹിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ. ഇന്ന് കശ്മീരി പണ്ഡിറ്റ് ബലിദാന ദിനമാണ്. രാഖി ചൂണ്ടിക്കാട്ടിയതുപോലെ 1989 ശ്രീനഗറിൽ ഇസ്ലാമിക ഭീകരർ പണ്ഡിറ്റ് ടിക്കലാൽ തപ്ലു കൊല്ലപ്പെടുന്നു. അതിനുശേഷമാണ് അവിടെ നടന്നിട്ടുള്ള രക്തരൂക്ഷിതമായിട്ടുള്ള വംശഹത്യയെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. 89-90 കാലഘട്ടത്തിൽ കശ്മീർ താഴ്വര വിട്ടുകൊണ്ട് അവിടുത്തെ പണ്ഡിറ്റുകൾക്ക് പലായനം ചെയ്യേണ്ട അവസ്ഥ. ഒന്നുകിൽ മതം മാറുക, അതല്ലെങ്കിൽ അതല്ലെങ്കിൽ പലായനം ചെയ്യുക, അതല്ലെങ്കിൽ കൊല്ലപ്പെടുക. ഈ 3 മുദ്രാവാക്യങ്ങൾ കശ്മീർ താഴ്വരയിൽ മുഴങ്ങിക്കേൾക്കുകയും അത് വിവിധ സ്പീക്കറുകളിൽ മുഴങ്ങിക്കേൾക്കുകയും വീടിൻ്റെ ചുവരുകളിൽ എഴുതി വെക്കുകയും ചെയ്തുകൊണ്ട് കശ്മീരി പണ്ഡിറ്റുകളെ ഭയപ്പെടുത്തി ആക്രമിച്ചുകൊണ്ട് കൊലപ്പെടുത്തിക്കൊണ്ട് ആ താഴ്വരയിൽ നിന്ന് പലായനം ചെയ്യിപ്പിക്കേണ്ടി വന്നതിൻ്റെ ഓർമ്മ ദിവസം, അത് ആരംഭിക്കുന്ന ദിവസം കൂടിയാണ്. ആ ഒരു വലിയ സംഭവങ്ങൾക്ക്, രക്തരൂക്ഷിതമായ സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ള ദിവസം കൂടിയാണ് ഇന്ന്. ജമ്മു കശ്മീർ താഴ്വരയിൽ ജമ്മു കശ്മീർ ലിബറേഷൻ ഫ്രണ്ട് JKLF എന്ന ഭീകരവാദ സംഘടന, യാസിൻ മാലിക് ഉൾപ്പെടെയുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾ, അവിടെയും ഹിന്ദുക്കളായിട്ടുള്ള പണ്ഡിറ്റുകൾ, കശ്മീരി പണ്ഡിറ്റുകൾ, ന്യൂനപക്ഷമായിട്ടുള്ള കശ്മീരി പണ്ഡിറ്റുകളെ ആക്രമിക്കുകയും ഒന്നുകിൽ മതം മാറുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ കശ്മീർ താഴ്വര വിട്ടുപോകുക, അതല്ലെങ്കിൽ നിങ്ങൾ കൊല്ലപ്പെടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അവിടെ നടത്തിയിട്ടുള്ള നരനായാട്ട്. അതിനുശേഷം നിരവധി പണ്ഡിറ്റുകളാണ് ജമ്മുവിലേക്കും ഒപ്പം ഡൽഹിയിലേക്കും പഞ്ചാബിലേക്കും എല്ലാമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അന്ന് പലായനം ചെയ്യപ്പെടേണ്ടി വന്നത്. ഇന്ന് അതിൻ്റെ ഓർമ്മ ദിവസം ഡൽഹിയിലും ഒപ്പം ജമ്മു കാശ്മീരിലെ വിവിധ ഭാഗങ്ങളിലും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. കൂടാതെ കശ്മീരി പണ്ഡിറ്റുകളുടെ തിരിച്ചുവരവ്, പുനരധിവാസം സാധ്യമാകുന്നൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. 89-90 കാലഘട്ടങ്ങളിൽ, അതായത് 25 വർഷങ്ങൾക്ക് മുൻപ് കണ്ണീരോടുകൂടി സർവ്വതും നഷ്ടപ്പെട്ട് ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്ക് രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെടേണ്ടി വന്നു എങ്കിൽ ഇന്ന് അവരോരോരുത്തരെയായി തിരിച്ചെത്തിക്കൊണ്ട് ആ സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമാക്കാൻ കശ്മീർ താഴ്വരയെ സമാധാനത്തിലേക്ക് എത്തിച്ചുകൊണ്ട് കശ്മീരി പണ്ഡിറ്റുകളുടെ പുനരധിവാസം സാധ്യമാക്കുന്ന ആ ഒരു പ്രവർത്തനം ഒറ്റയടിക്ക് സാധ്യമാകുന്നതല്ല. അതിൻ്റെ തുടക്കം ഇതിനോടകം തന്നെ കുറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിവിധ കശ്മീരി പണ്ഡിറ്റ് കുടുംബങ്ങൾ കശ്മീർ താഴ്വരയിലേക്ക് പതിയെ മടങ്ങിയെത്തുന്നു. അവരുടെ വീടും സ്ഥലവുമെല്ലാം തിരിച്ച് ലഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു കാലഘട്ടത്തിൽ കൂടിയാണ് കശ്മീരി പണ്ഡിറ്റുകളുടെ ബലിദാന ദിനം ഇപ്പോൾ നമ്മൾ ആചരിക്കുന്നത്. ആ ദിനം കടന്നു പോകുന്നത് 89-ലും 90-ലും ആ ഒരു കാലഘട്ടങ്ങളിൽ വലിയ രക്തരൂക്ഷിതമായിട്ടുള്ള കലാപവും വംശഹത്യയും നടന്നെങ്കിലും അന്നത്തെ സർക്കാരുകൾ ഒപ്പം കേന്ദ്ര സർക്കാരും അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്താനോ കുറ്റവാളികളെ നിയമത്തിന് മുൻപിലേക്ക് കൊണ്ടുവരാനോ ശ്രമിക്കാതെ പിന്നീട് UPA സർക്കാരിൻ്റെ കാലത്ത് ആ കൂട്ടക്കൊലകൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള യാസിൻ മാലിക് ഉൾപ്പെടെയുള്ളവരെ ഡൽഹിയിൽ വിളിച്ചു വരുത്തി വിരുന്ന് നൽകിയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നീട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷമാണ് യാസിൻ മാലിക് ഉൾപ്പെടെയുള്ള കൊടും കുറ്റവാളികളെ, ഭീകരരെ നിയമത്തിന് മുൻപിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. ഏതായാലും കശ്മീരിൻ്റെ മുഖം മാറുകയാണ്. അവിടെ സമാധാനം വരുന്നു. താഴ്വരയിൽ എല്ലാ ജനങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന സമാധാനത്തിൻ്റെ വഴികളിലേക്ക്, സമാധാനത്തിൻ്റെ പുലരികളിലേക്ക് കശ്മീരും പോവുകയാണ്. അപ്പോൾ കശ്മീരി പണ്ഡിറ്റുകളുടെ പുനരധിവാസവും പൂർണ്ണമായും നടപ്പാക്കുമെന്ന പ്രതീക്ഷയാണ് ഈ കശ്മീരി പണ്ഡിറ്റ് ബലിദാന ദിനത്തിലുള്ളത്. രാഖി, തീർച്ചയായിട്ടും കശ്മീരി പണ്ഡിറ്റുകളുടെ പുനരധിവാസം അത് എത്രയും വേഗം സാധ്യമാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. ഇന്ന് കശ്മീരി പണ്ഡിറ്റ് ബലിദാന ദിനമാണ്. 1989 ശ്രീനഗറിൽ ഇസ്ലാമിക ഭീകരരാൽ കൊല്ലപ്പെട്ട പണ്ഡിറ്റ് ടിക്കലാൽ തപ്ലുവിനെ അനുസ്മരിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന്.